കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ പഴയ നിയമം ഉൽപ്പത്തി പുസ്തകം 30-ാമത്തെ അധ്യായമാണ് ഇന്ന് പറയുന്നത്. അതിൻ്റെ ആമുഖമായിട്ട് 2-3 വാക്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് കേൾക്കുന്നവരും കാണുന്നവരുമൊക്കെ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, ലൈക്ക് ചെയ്യണം, അത് വിട്ടുപോകരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, ചാനൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണം. ഇത് റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്നതാണ്. അത് മറ്റുള്ളവർക്കൂടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം, പരിചയപ്പെടുത്തി അവരോടൊന്ന് പ്രേരിപ്പിക്കണം. ബന്ധുക്കളും മിത്രങ്ങളും ആയിട്ടൊക്കെ ഉള്ളവരുണ്ടല്ലോ, സുഹൃത്തുക്കളെ, എല്ലാവരെയും തന്നെ അറിയിക്കണം. എല്ലാവരും ദൈവത്തെപ്പറ്റി കൂടുതലായിട്ട് അറിയട്ടെ, നല്ലതും വണ്ണം അറിയട്ടെ. നമ്മൾ ഇപ്പം ഒട്ടും അറിയാത്ത, ഒന്നും അറിയാത്ത കൂടുതൽ ധാരാളം പേരുണ്ട്. ഭാവിക്കുന്നവർ തന്നെ സുഹൃത്തുക്കളായിട്ട്, എനിക്കിപ്പം ഫേസ്ബുക്കിലൊക്കെ സുഹൃത്തുക്കളായിട്ടൊക്കെ ഉള്ളവരൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ധാരാളം പേരുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ വീഡിയോ കാണുന്നതിൽ അങ്ങനെ വലിയ താല്പര്യമുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വകയും അറിയാൻ വയ്യാത്തതായിട്ട് ഇന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, മുസ്ലിം സഹോദരനാണ്, ഞാൻ ഇച്ചിരി മാനിച്ചിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു പരാമർശം കണ്ടു. ഒരു വകയറിയും ഇത്രയും മോശമായിട്ട് ഹീനമായിട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കാണണം. പുള്ളിയെല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതെന്നാണ് പറയാറുള്ളത്. കാണണം, കേൾക്കണം, അത് മനസ്സിരുത്തി അത് കേട്ടിട്ട് അഭിപ്രായം പറയാവൂ, ചെയ്യാവൂ. അപ്പം കാരണം എൻ്റെ കാര്യമല്ല പുള്ളി പൊതുവിൽ ബൈബിളിനെ പറ്റി അനാവശ്യം പറയായിട്ടുള്ള വർത്തമാനം. അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്ത്യാനികളാരും യഥാർത്ഥത്തിൽ മറ്റു പുസ്തകങ്ങളെ പറ്റി അങ്ങനെ പറയത്തില്ല. അതുപോലെ വേണം മറ്റുള്ളവരുമെന്ന് അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്താണ് തെറ്റ്? അതുപോലെ വേണം ചെയ്യാൻ. പരസ്പരമായ ബഹുമാനം വേണം. ഇനി ഒരു കാര്യം സത്യമായിട്ട് പറയണമെങ്കിൽ ബൈബിളല്ലാതെ മറ്റൊരെണ്ണം സത്യം പുസ്തകം എന്നുള്ള നിലയിൽ വന്നിട്ടില്ല. അതിൻ്റെ ലക്ഷണം തന്നെ എങ്ങനെയാണ്? എൻ്റെ ഒരു 14 വീഡിയോകൾ വരെ ഞാൻ 2 വർഷം ആയെന്ന് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുണ്ട്. ബൈബിൾ എന്താണെന്നുള്ളത് സത്യം അറിയാൻ. ആ വീഡിയോകൾ, ഓരോ വീഡിയോകളും ഏതാണ്ട് 50 മിനിറ്റ് വീതമൊക്കെ ഉണ്ടായിരുന്നു. 14 എപ്പിസോഡുകളാണ് അത് ചെയ്തത്. ഒന്ന് കേട്ട് ഒന്നും മനസ്സിലാക്കിയിട്ട് വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളെ അത് പറയുന്നില്ല. എവിടെയെങ്കിലും മുക്കും മൂലയും അരികും മുറിയും വായിച്ചിട്ട് ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എനിക്ക് എല്ലാത്തിൻ്റെ അറിവുണ്ട്, എല്ലാ മതത്തിൻ്റെ അറിവുണ്ടെന്നൊന്നും ധരിച്ചങ്ങ് വശമാകരുത് കേട്ടോ. അതൊക്കെ സാത്താൻ്റെ പിടിയിൽ അമർന്ന് കഴിയുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ദൈവത്തിൻ്റെ പിടിയിൽ ദൈവചിന്തയുള്ളവർ അങ്ങനെ ധരിക്കത്തില്ല, അവർക്കങ്ങനെ തോന്നത്തില്ല. അവരുടെ പുസ്തകം പോലും വായിക്കുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലായത്. പലരുടെയും അതിൽ കുറേ ഞാൻ കൗതുകത്തോടെ നോക്കി. കാരണം ഞാൻ നോക്കി, അദ്ദേഹത്തിൻ്റെ ചില സമയത്ത് ഞാൻ നോക്കിയപ്പം കാണാൻ ഒരു വീഡിയോ കിടക്കുന്നു. അതിലായും കമൻറ്റ് പറഞ്ഞിരിക്കുന്നവരുടെ കാര്യം കേട്ടാൽ എന്ത് കഷ്ടമാണ്. വിവരക്കേടെന്ന് പറഞ്ഞാൽ തനി വിവരക്കേടും സംസ്കാര ശൂന്യതയും ആണല്ലാതെ വേറൊന്നുമില്ല. ഞാൻ ഇനി അത് പറയാൻ പോയാൽ സമയം നമ്മളെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും, എനിക്ക് വിഷമമുണ്ട് ഈ പറഞ്ഞു കേട്ടതിൽ. നിങ്ങളും സുഹൃത്തും ഒന്നും വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതാണ്, നമ്മൾ ഒരിക്കലും സംസ്കാര ശൂന്യരായിട്ട് പെരുമാറരുത്. സത്യത്തെ കരിവാരി തേച്ച് സത്യമല്ലാതാക്കാൻ, അസത്യമാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് വ്യക്തമായിട്ടറിയാം അവരുടെ മതത്തിലെ കാര്യങ്ങളും പുസ്തകങ്ങൾ എങ്ങനെ ഉണ്ടായി, എവിടുന്നാണ് അതിൻ്റെ ചരിത്രമൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. ഞാനത് ഒരിക്കലും പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിക്കുന്നേയില്ല, പറയത്തില്ല. മറ്റു ചിലരൊക്കെ വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ പറയത്തില്ല. കാരണം ദൈവം ഒന്നേ ഉള്ളൂ, ഒരിക്കലും മറ്റുള്ളവരെ നിന്ദിക്കാൻ പറഞ്ഞിട്ടില്ല. അത് ഏത് മതത്തിലാണ്, ഹിന്ദു മതമോ പാഴ്സി മതമോ അല്ലെങ്കിൽ സിഖ് മതമോ ഇസ്ലാം മതമോ ഏതോ ആയിക്കോട്ടെ, യഹൂദ മതമോ
നിന്ദിക്കാൻ പറഞ്ഞിട്ടില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഇതിലാണെങ്കിൽ സ്നേഹരൂപത്തിലല്ല, അവഹേളിക്കാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് കടക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ 30-ാം അധ്യായം പറയുകയാണ്. 29 എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ യാക്കോബിന് മക്കളെ 2 ഭാര്യമാർ, അതിൽ റാഹേൽ ഇളയവൾ, മൂത്തവളായ ലേയായെ യാക്കോബ് അവഗണിച്ചിരുന്നു, റാഹേലും അവഗണിച്ചിരുന്നു. തൻ്റെ ജ്യേഷ്ഠത്തിക്ക് തൻ്റെ ഭർത്താവിനോട് അടുപ്പം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് അവർ 2 പേരും അവഗണിച്ചിരുന്നു. പക്ഷേ അവഗണിച്ചവരെ അത് വർഷങ്ങളോളം ദൈവം അവരുടെ തുണയ്ക്കെത്തി. എപ്പോഴും പീഡിതരെ തുണയ്ക്കുന്നത് ദൈവമാണ്. അവർക്ക് ദൈവമുണ്ട്, പരിത്യക്തരെ സംരക്ഷിക്കാൻ ദൈവമുണ്ട്. അതുകൊണ്ട് അവിടെ കാരണം അവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു, മക്കളുടെ സന്താന ഭാഗ്യം കൊടുത്തു. ഇളയവളെ റാഹേലിനെ വന്ധ്യയായി കഴിയേണ്ടി വന്നു. പക്ഷേ പിന്നീട് ദൈവം അവളുടെ കഷ്ടതകൾ കണ്ട്, പ്രയാസങ്ങൾ കണ്ട് അവൾക്ക് പ്രസവിക്കാനുള്ള, ഗർഭം ധരിക്കാനുള്ള ത്രാണി ദൈവം കൊടുത്തു. അങ്ങനെ അവർ എല്ലാവരും യാക്കോബ് അപ്പോൾ 4 ഭാര്യമാർ ഫലത്തിൽ ലയ, റാഹേൽ, അവരുടെ തോഴിമാർ 2 പേര്. അപ്പോൾ അങ്ങനെ 4 പേര്. അപ്പോൾ അങ്ങനെ അവർ സുഖമായിട്ട് കഴിയുകയാണ്. ഇതിനിടയ്ക്ക് യാക്കോബിൻ്റെ സമ്പത്തൊക്കെ 30-ാം അധ്യായത്തിൽ, ഇനി മക്കളുടെ കാര്യമൊക്കെ അതൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കാവുന്നതുള്ളൂ. ബൈബിൾ വായിക്കാവുന്നവർക്ക് വായിക്കണം. വായിക്കാത്തത് കൊണ്ട് എന്തെല്ലാം തെറ്റുകൾ. ഞാൻ മിക്കവാറുമൊക്കെ മതത്തിൻ്റെയൊക്കെ വായിച്ചിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് കുറച്ചൊക്കെ എനിക്ക് പറയാൻ കഴിയും. കുറച്ചൊക്കെ മിക്കവാറും വായിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യമുള്ളത് വളരെ മനസ്സിരുത്തി മുഴുവനും ഇത് പഠിച്ചിട്ടുണ്ട്. അതുപോട്ടെ. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ ദൂഷിക്കാൻ പറ്റത്തില്ല. നമ്മളോട് ദൈവം പറഞ്ഞിട്ടുള്ളതാണ്, ആരെയും ദൂഷിക്കാൻ പാടില്ല. എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ പുത്രരാണ് സർവ്വ മനുഷ്യരും. അതുകൊണ്ട് അവർക്ക് തെറ്റുകൾ പലർക്കും പറ്റും. അപ്പോൾ ഇങ്ങനെ വന്ന യാക്കോബിന് സമ്പത്തുകളൊക്കെ ഒരുപാടുണ്ടായി. ലാബാൻ്റെ അമ്മാവൻ്റെ കീഴിൽ ജോലി ചെയ്യുകയാണ്. 10-20 വർഷം കൊണ്ട് ജോലി ചെയ്ത് സമ്പത്തുകളൊക്കെ ധാരാളം ഉണ്ടാക്കി. കൗശലവും തന്ത്രവും കുടിലതയും എല്ലാം ധാരാളം ഉപയോഗിച്ചു. അതെല്ലാം ഉപയോഗിച്ചാണ് അമ്മാവനെയും വഞ്ചിച്ച്, അമ്മാവൻ അതിനേക്കാളും വഞ്ചിച്ചു. ഇത്രയും വർഷമായിട്ട് അടിമപ്പണി ചെയ്യിച്ചു. എന്തിനാ? 2 പെൺമക്കളെ കെട്ടിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി. അപ്പം യാക്കോബ് വഞ്ചിച്ച് അമ്മാവൻ്റെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആടുമാടുകൾ, മൃഗങ്ങളൊക്കെ, ഒട്ടകം, കഴുത, ഇതൊക്കെയാണല്ലോ. അതൊക്കെ ഏശാവിന് അമ്മാവനേക്കാളും കൂടുതലായിട്ടുണ്ടായി, ഇരട്ടിയിലധികമായി. ആദ്യം അമ്മാവൻ അധികം ഇല്ലാതെ ഈ ജോലിക്ക് യാക്കോബിനെ വയ്ക്കുമ്പോൾ, അനന്തരവനെ വയ്ക്കുമ്പോൾ അങ്ങനെ അധികം സമ്പത്തുകളിൽ ഈ മൃഗസമ്പത്തില്ലായിരുന്നു. അത് പക്ഷേ ദൈവം അനുഗ്രഹിച്ചു. അത് ദൈവം അനുഗ്രഹിച്ചാൽ യാക്കോബ് ഇത്രയൊക്കെ കൊള്ളലായ്മയൊക്കെ ഉണ്ട് എങ്കിലും, കുശുമ്പും കൗശലവും കാപടതയും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം തിരഞ്ഞെടുത്തായിരുന്നു. എപ്പോഴാണ് തിരഞ്ഞെടുത്തതെന്ന് അറിയാമല്ലോ. അബ്രഹാമിന് കൊടുത്ത വാക്കാണ്. അബ്രഹാം അത് പിന്നെ അബ്രഹാമിൻ്റെ പുത്രനായ ഇസ്ഹാക്ക്, യാക്കോബിൻ്റെ അപ്പൻ കൊടുത്തു. ആ വാക്കുകൾ ദൈവം, ആ വാഗ്ദാനം പാലിച്ചേ പറ്റത്തുള്ളൂ. ദൈവം എപ്പോഴും അത്യധികം വിശ്വസ്തനാണ്. 100% 1000% വിശ്വസ്തനാണ്. അചഞ്ചലമാണ് വിശ്വസ്തതയിൽ. വാക്ക് വാക്ക് തന്നാൽ അത് തീർത്തും അതിൻ്റെ ആ സമയത്ത് അത് പാലിച്ചിരിക്കും. അതിൻ്റെ സമയം വരണം ദൈവത്തിന്. കാരണം നമ്മളെ ശോധന ചെയ്യും. നമ്മളറിയണം ദൈവം തരുന്നത് ദൈവത്തിൻ്റെ ദാനം ദൈവമാണ് എന്നുള്ളത് നമ്മൾ അറിയണം, അംഗീകരിക്കണം. അതിന് ദൈവം സമയമെടുക്കും, കാത്തിരിക്കും, നമ്മളെ ശോധന ചെയ്ത് കൊണ്ടുപോകും. അതാണ് ഇവിടെ യാക്കോബിനും പറ്റിയത്. അബ്രഹാത്തിനും അങ്ങനെ സംഭവിച്ചിരുന്നു, ഇസ്ഹാക്കിനും അങ്ങനെ സംഭവിച്ചിരുന്നു. ഇനിയും ഈ അവരോട് 2 പേരോട് മാത്രമല്ല, അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് മാത്രമല്ല ദൈവം വാഗ്ദാനം ചെയ്തത്. പിന്നെ ഒരു ധാരണയിൽ യാക്കോബിൻ്റെ അമ്മ റബേക്ക പ്രാർത്ഥിച്ചു എന്തായിരിക്കും എൻ്റെ ഫലം. 21 വർഷത്തിന് ശേഷം ഗർഭിണിയായപ്പോൾ, അപ്പോഴാണ് ദൈവം അവളോട് കനിഞ്ഞത്.
അപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തു, 2 സന്താനങ്ങളുണ്ട്, പക്ഷേ ഇളയവനായിരിക്കും വാഗ്ദത്ത സന്തതി. അതിൻ്റെ ഒരു ഏകദേശ രൂപം പറഞ്ഞു കൊടുത്തു. അവനായിരിക്കും മറ്റവനെ, മൂത്തവനെ ഭരിക്കുന്നത്. മൂത്തവൻ ദാസിയെ വർത്തിച്ച് ചെയ്യേണ്ടി വരും ഇളയവന്. അവൻ്റെ സന്തതികളും അങ്ങനെ വരും. അപ്പോൾ അതുപോലെ തലമുറകൾ അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ദൈവം അമ്മയ്ക്കും റബേക്കായ്ക്കും ഇത് ഏകദേശം ഒരു രൂപം കൊടുത്തിരുന്നു, ഒരു സൂചന കൊടുത്തിരുന്നു. അപ്പോൾ ദൈവം ആ വാക്കുകൾ ഒരിക്കലും മാറ്റത്തില്ല. അപ്പോൾ യാക്കോബിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. എന്തെല്ലാം ചെയ്താലും കൂടെ ഉണ്ടായിരുന്നു. ദൈവം തന്നെ പറയുന്നുണ്ട് അല്ലോ, അത് 31-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ലാബാൻ നിന്നോട് ചെയ്യുന്നത് ക്രൂരതകൾ, കഷ്ടതകൾ, നിന്നെ പീഡിപ്പിക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എല്ലുമുറിയെ പണി, ഒരു വിശ്രമവും ഇല്ലാതെ മുഴുവൻ സമയവും ജോലിയായിരുന്നു. എന്തിനാ മക്കളെ, അവരെ ഇഷ്ടപ്പെട്ട ഭാര്യ പെണ്ണെ സ്വന്തമാക്കാൻ റാഹേലിന്. അപ്പോൾ അതാണ് കാര്യം. എങ്കിലും ആ കഷ്ടതകൾ അതിനുവേണ്ടി സഹിക്കേണ്ടി വന്നത്. കാരണം ഇതെല്ലാം ദൈവം അവരെ ശുദ്ധീകരിച്ചെടുക്കാനായിരുന്നു യാക്കോബിനെ. അവൻ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുപോലൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ വിശദീകരിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന ആ അവസ്ഥയിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ഏകദേശം സാദൃശ്യമുള്ളവരായി തീരണം. അങ്ങനെയാണ് ദൈവം തൻ്റെ സാദൃശ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ അതിന് ഉള്ള ഒരു ശോധനകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചഞ്ചലചിത്തരാകരുത്, പരിഭ്രമിക്കരുത്, ദൈവം പറയുന്നുണ്ട്, ചെയ്യരുത് അന്ന്. അപ്പോൾ അതുപോലെ ഇവിടെ യാക്കോബിന് പറ്റി. യാക്കോബിന് ഇവിടെ സംഭവിച്ചത് അതാണ്. ഈ 20-24 വർഷമൊക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടൊരു പദം വന്ന് അനുഭവിച്ചവൻ ചെയ്ത കുടിലതകൾക്കും കവിശല ബുദ്ധിക്കും എല്ലാം പകരമായിട്ട് അതിനെല്ലാം പകരം ചെയ്തു. കർത്താവ് ചോദിച്ചു, അനുഭവിച്ചൊരു പദം വന്നു, അവനെ പദം വരുത്തി ശുദ്ധീകരിച്ചെടുക്കുകയാണ്. എന്തിനും പോരുന്നവനായിട്ട് തൻ്റെ ജനതയെ നയിക്കുന്ന അവൻ്റെ പേരിലാണ്, ഇത്തറയിലാണ് ഇനിയും ഇസ്രായേൽ വംശം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് തക്കവണ്ണം അവന് വിശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ശോധന ചെയ്തെടുക്കുകയാണ്. അത് ഇത്രയും വർഷം അനുഭവിപ്പിച്ചത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നോക്കണം, ഇനി അടുത്തത് പുറപ്പാട് പുസ്തകത്തിൽ, ഉൽപ്പത്തി കഴിഞ്ഞാൽ ആ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തെ 10-15 ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസമോ 10-18 ദിവസം കൊണ്ട് നടന്ന് സഞ്ചരിച്ച് വാഗ്ദത്ത നാട്ടിലെത്താമായിരുന്നു. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? അവരുടെ കൊള്ളരുതാഴികളും ദുഷിപ്പുകളും എല്ലാം അവർ അനുഭവിക്കണം അതിന് പകരം. എന്നിട്ട് ഇതില്ലാതാകണം. ആ ദുഷിപ്പുകളെല്ലാം അവരിൽ നിന്ന് മാറ്റണം. ദൈവം നിങ്ങൾ കനിഞ്ഞു തരുന്നതാണ്. ഞങ്ങളുടെ സാമർഥ്യമോ ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ ബുദ്ധിയോ കൊണ്ടല്ല ഇതൊക്കെ ഞങ്ങൾ നേടി ഞങ്ങളിങ്ങനെ ആയിത്തീർന്നതെന്ന് അവർ ധരിക്കരുത്. നമ്മൾക്കും അതാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ബുദ്ധിയിലല്ല ഞാനെല്ലാം ചെയ്യുന്നത് എന്ന് ഞാൻ ബോധ്യപ്പെടണം. അതിനെനിക്ക് കുറേ വേദനകളും ശോധനകളും ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ സഹിക്കണം. നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളതാണത്. അപ്പം അങ്ങനെ അവർ 40 വർഷമാണ് എടുത്തത്. 15-18 ദിവസത്തിന് പകരം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ 40 വർഷം ചുറ്റിക്കറക്കി വട്ടമടിച്ച് അവരെ കൊണ്ടുവന്നത്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ, അമ്മാവൻ്റെ വീട്ടിൽ ചെയ്ത് ശുദ്ധീകരിച്ചെടുക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾക്കും ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള യാത്രയിലാണ്. ഓർമ്മിക്കാം, നമ്മുടെ ജീവിതയാത്രയിലുണ്ട്. ദൈവം വിശദീകരിച്ചെടുക്കാൻ കൂടെ നമുക്ക് ശിക്ഷണം എന്ന് പറയുന്നത് ശിക്ഷയല്ല. ശിക്ഷണമെന്ന് പറയുമ്പോൾ എന്തുവാ? തല്ലും തലോടലും ഉപദേശവും എല്ലാം കൂടെ ചേർന്ന് ശിക്ഷണമെന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നമുക്കും നൽകുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദൈവം നമ്മളെ ശിക്ഷിക്കുകയല്ല, ദുഷിക്കുകയല്ല, നമ്മളെ ഇല്ലാതാക്കുകയല്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ യാക്കോബ് അങ്ങനെ ധാരാളം സമ്പത്തുകളൊക്കെ ഉണ്ടാക്കി. അപ്പം ഇവിടെ 30-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ലാബാനോട് പറയുന്നു, യാക്കോബ് 29-ാം വാക്യം, എപ്രകാരമാണ് ഞാൻ അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, എൻ്റെ മേൽനോട്ടത്തിൽ അങ്ങയുടെ ആടുമാടുകൾ എത്ര പെരുകിയെന്നും അങ്ങേക്ക് അറിയാമല്ലോ.
ഞാൻ വരുന്നതിന് മുമ്പ് വളരെ കുറച്ച് ആടുകളെ അങ്ങേക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവയെ വളരെ പെരുകിയിരിക്കുന്നു. ഞാൻ പോയിടത്തെല്ലാം കർത്താവ് അങ്ങയെ കടാക്ഷിച്ചിരിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്തവൻ എവിടെ പോയാലും അവൻ ബന്ധപ്പെടുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കും. അവനെ മാത്രമല്ല. അപ്പം യാക്കോബിൻ്റെ പുറകെ ദൈവം ഉണ്ട്. കാരണം അവനെ വാഗ്ദത്തം ചെയ്ത ആളാണ് കർത്താവ്. അവനെയാണ് വാഗ്ദത്തം ചെയ്തെടുത്തിരിക്കുന്നത് തൻ്റെ അടിത്തറ പണിയുന്നതിന് വേണ്ടി. അപ്പോൾ അത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇനി 31-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണാം. ഒരുപാട് കൗശലതയോടുകൂടിയൊക്കെ ആണെങ്കിലും യാക്കോബ് ധാരാളം സമ്പത്തുകളുണ്ടാക്കി. ആടുമാടുകൾ, മൃഗസമ്പത്ത് ധാരാളമായി. 4 ഭാര്യമാരും അവരുടെ മക്കളും ആയിട്ടൊക്കെ ധാരാളമായി. ജോസഫിനെയും പ്രസവിച്ചു കുഞ്ഞായിരിക്കുമ്പോഴാണ് യാക്കോബ് ഒളിച്ചോടാൻ ശ്രമിക്കുന്നു. ലാബാൻ വിടുന്നില്ല. അതുകൊണ്ട് അപ്പം ലാബാൻ്റെ മക്കൾ ഇങ്ങനെ പറയുന്നത് യാക്കോബ് കേട്ടു. നമ്മുടെ പിതാവിൻ്റെ സ്വത്തല്ല യാക്കോബ് കൈവശപ്പെടുത്തി. നമ്മുടെ പിതാവിൻ്റെ മുതലുകൊണ്ടാണ് അവൻ ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പലപ്പോഴും അവരിങ്ങനെ പിറുപിറുക്കുന്നതും എല്ലാം കേട്ടപ്പോൾ യാക്കോബിന് സംശയം തോന്നി. പണ്ടത്തെ പോലെ താല്പര്യമില്ല, പ്രസാദമില്ല, മാറുന്നുണ്ട്. കാരണം ലാബാൻ്റെ സ്വത്തുക്കൾ, ആടുമാടുകളെല്ലാം, മൃഗങ്ങൾ എണ്ണത്തിൽ വളരെ കുറയുന്നു, ശോഷിക്കുന്നു. ഇവിടെ യാക്കോബിന് മൃഗങ്ങൾ പ്രസവിക്കുന്നില്ല. യാക്കോബിന് എണ്ണം പറഞ്ഞ രീതിയിലാണ്. എങ്ങനെയായിരിക്കണം പറഞ്ഞല്ലോ, അതിൻ്റെ ഒക്കെ 30-ാം അധ്യായത്തിൽ അത് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രസവിക്കുന്നതെല്ലാം വരയും കറുപ്പും പുള്ളികളും ഒക്കെ ഉള്ള ആടുകൾ അതാണ് വേണ്ടിയത്. അതെല്ലാം അങ്ങനെ വന്നു. അപ്പോൾ എല്ലാ സമ്പത്ത് ധാരാളം വർദ്ധിച്ചു. അപ്പോൾ അങ്ങനെ ആയപ്പോഴേ സ്വാഭാവികമാണല്ലോ ലാബാന് പ്രയാസം തോന്നിയവനോട്, ഇവൻ എന്താണ് ഇങ്ങനെ വരുന്നത്, എനിക്ക് കുറയുന്നു, പണ്ടത്തെ പോലെ വർദ്ധിക്കുന്നില്ല സമ്പത്ത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ യാക്കോബിന് ഇങ്ങനെ പ്രയാസപ്പെടുമ്പോഴാണ് ദൈവം സംസാരിക്കുന്നത്. ദൈവം ഇതികർത്തിവേദാമൂഢനായിട്ട് വിഷാദ ഭഗ്നനായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ദൈവം താൻ തിരഞ്ഞെടുത്തവരെ സന്ദർശിക്കും, അവരോട് സംസാരിക്കും. അങ്ങനെ വന്നപ്പോഴേ കർത്താവ് 3-ാം വാക്യത്തിൽ പറയുന്നത്, യാക്കോബിനോട് അരുളി ചെയ്തു, നിന്റെ പിതാക്കന്മാരുടെയും ചാർച്ചക്കാരുടെയും നാട്ടിലേക്ക് തിരിച്ചു പോവുക, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവ് അവിടെ പറയുകയാണ്, നീ തിരിച്ച് പോവുക, നിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. ഇനിയുള്ള സമയമായി. ഇനിയും നിൻ്റെ സമയം, നീ ഈ ചെയ്തതിനെല്ലാം പകരം ചെയ്യണമായിരുന്നു. നീ അതിനെല്ലാം അനുഭവിക്കണമായിരുന്നു. നീ ഒരുപാട് കുറ്റങ്ങളൊക്കെ ചെയ്തു, അതൊക്കെ അനുഭവിച്ചു. നിന്നിൽ നിന്ന് അതൊക്കെ മാറ്റിയെടുക്കാണ്ട് ഇനിയുമുണ്ട്. അതുകൊണ്ട് നീ വീട്ടിലേക്ക് പോവുക, പിന്നുള്ള കാര്യം നോക്കിക്കൊള്ളാം, ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. അപ്പം ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, അവിടെ ധൈര്യമായിട്ട് പോകും. അങ്ങനെ യാക്കോബിനെ ബലപ്പെടുത്തുകയാണ് കർത്താവ്. അവിടെ വിഷാദഗ്രസ്തനായിട്ടിരുന്നപ്പോൾ ബലപ്പെടുത്തി അയക്കുകയാണ്, പറയുകയാണ് പോവുക എന്നുള്ളത്. കർത്താവ് ഇന്ന് നമ്മളെയും നോക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ, ക്രിസ്ത്യാനികൾ മാമോദീസ വഴി സ്വീകരിച്ചാൽ, മറ്റുള്ളവരും ദൈവത്തെ വിളിച്ച് അവരുടെ ആ നാമം അറിഞ്ഞ് സത്യാവസ്ഥ അറിഞ്ഞ് സത്യം അറിഞ്ഞ് സത്യത്തിലേക്ക്, ആ സത്യം എന്ന് പറയുന്ന ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ ദൈവം കൂടെ ഉണ്ടായിരിക്കും. തെറ്റുകളിൽ ദൈവം തിരുത്താൻ നമ്മളോട് പറയും, ആവശ്യപ്പെടും. അതിനാണ് ഇച്ചിരി വേദനകളോ പ്രയാസങ്ങളൊക്കെ തരുന്നത്. ചിലപ്പോൾ അത് നേരിട്ട് സംസാരിച്ചെന്ന് വരും. അപ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ എപ്പോഴും ദൈവമുണ്ട്. നമുക്ക് ഈ വാഗ്ദത്തമുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈ ദൈവം നമ്മുടെ കൂടെ. അപ്പോൾ നമ്മളിങ്ങനെ ജീവിതയാത്രയിൽ നമ്മുടെ കൂടെ എപ്പോഴും ദൈവമുണ്ട്. പ്രയാസങ്ങൾ, അസന്ദിഗ്ധാവസ്ഥ, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. ദൈവം അപ്പോഴെല്ലാം അറിയുന്നുണ്ട്, നമ്മളെ നയിക്കുന്നുണ്ട്. എങ്ങനെയാണ് പുതിയ നിയമത്തിൽ ദൈവം നമ്മളെ നയിക്കുന്നത്? ഇമ്മാനുവേൽ ആയിട്ട് ദൈവം നമ്മോടുകൂടെ
അതെങ്ങനെയാണ് വന്നത് നമ്മുടെ കൂടെ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് കാണുന്നുണ്ട്. എന്താ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്? കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ അതാണ് ഭംഗിയായിട്ട് പറയുന്നുണ്ട്, വിശദീകരിച്ച്. അത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് വഴി. ആ സ്ഥാപിച്ചത് എന്തിനാണ്? നമ്മൾ ആഹരിക്കാൻ, കർത്താവിനെ നമ്മളുടെ ഉള്ളിലാക്കാൻ, നമ്മൾ കർത്താവിന് നമ്മുടെ കൂടെ ആയിരിക്കാൻ, നമ്മളിൽ തന്നെ ആയിരിക്കാൻ, നമ്മൾക്ക് കർത്താവിലായിരിക്കാൻ ആണ്. അപ്പോൾ വിശുദ്ധ കുർബാനയായിട്ട്, ഇമ്മാനുവേലായിട്ട് പുതിയ നിയമത്തിലും കർത്താവ് തൻ്റെ മക്കൾക്ക് എപ്പോഴും സമീപസ്ഥനായിട്ട് തൊട്ട് അറിഞ്ഞ് അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മളിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അത് മനസ്സിലാക്കണം. അപ്പോഴില്ലേ ഇതൊക്കെ നമ്മൾ വരാനിരിക്കുന്ന കാലത്തിൻ്റെ ഒരു സംഭവങ്ങളുടെ ഒരു പകർപ്പാണ് നേരത്തെ നമുക്ക് ഈ പഴയ നിയമത്തിൽ തരുന്നത്. ലാബാൻ്റെ കീഴിൽ യാക്കോബ് ഇങ്ങനെ അനുഭവിച്ചത്, ഇത്രയും വർഷങ്ങൾ അനുഭവിച്ചത്, ആ ഇസ്രായേൽ ജനം പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന പുറപ്പാട് സംഭവത്തിൽ അത് 500 വർഷങ്ങൾക്ക് ശേഷം അനുഭവിക്കേണ്ടുന്ന ആ കാര്യത്തിൻ്റെ ഒരു ഫോട്ടോ ടൈപ്പാണ് ആയിട്ടാണ് ലാബാൻ്റെ കീഴിൽ ഈ യാക്കോബ് അനുഭവിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ അനുഭവിക്കേണ്ടത് വരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഇമ്മാനുവലായിട്ട് ദൈവം കരുതുന്നു, നമ്മുടെ കൂടെ ഇരുന്ന് നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വിശുദ്ധ കുർബാനയുടെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ പറയുമ്പോൾ അത് സമയം അനുവദിക്കുന്നില്ല. അത് കൂടുതൽ അതിനായിട്ടുള്ള സമയം എടുക്കാം. അപ്പം നമ്മുടെ കൂടെ എപ്പോഴും വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നു. അതിൽ എന്നും സ്വീകരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ എപ്പോഴും ഞായറാഴ്ചയോ ഒക്കെ സ്വീകരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ കൂടെ ദൈവം എപ്പോഴും ഉണ്ട്, നമ്മളിലുണ്ട്. നമ്മുടെ കൂടെയല്ല, നമ്മളിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിലുമുണ്ട്, യേശുവിലുമുണ്ട്. യേശു നമ്മളിൽ, നമ്മൾ യേശുവിൽ. യേശു ദൈവമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പറയുന്ന, ഞാൻ ആദ്യം പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ ഇവരുടെ ഒന്നുകൂടെ ഉള്ള അറിവിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, യേശു ദൈവമാണ്. ബൈബിളിൽ തന്നെയുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അത് 10-20 വാക്യങ്ങൾ വായിച്ചിട്ട് തോന്നിവാസം പറഞ്ഞ് ഇരുന്നാൽ പറ്റുന്നില്ല. അതിന് ബാക്കി ഇങ്ങോട്ട് എന്താ വായിച്ചാൽ കുറച്ച് വാക്യങ്ങളും കൂടെ അവിടെ എല്ലാത്തിനും ഉത്തരമുണ്ട്. യേശു ആരാണ്, എങ്ങനെയാണ് ജനനമെന്നൊക്കെ. അപ്പോൾ മനഃപൂർവ്വം തോന്നിവാസം പറയാനും കാണിക്കാനും തോന്നിവാസ തരത്തിനുമായിട്ട് ഒരുങ്ങുന്നതാണ് എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു യാക്കോബ്? ഇനി നല്ല ദൈവം പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നീ ഉടനെ പുറപ്പെടണമെന്ന് പറയുന്നു. എന്നിട്ട് അതുപോലെ തന്നെ കർത്താവ് ഇനിയും 12-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലും പറയുന്നുണ്ട്, ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. യാക്കോബിന് ദൈവദൂതൻ സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യാക്കോബേ എന്ന് വിളിച്ചു. 11-ാം വാക്യം വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഞാൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവൻ വിളി കേട്ടു. അവിടെ പറഞ്ഞു, ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഒരുപാട് ഇത് ചൂഷണം ചെയ്തതല്ലേ ഈ യാക്കോബും. പക്ഷെ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും കിട്ടി. പക്ഷെ അത് ഇച്ചിരി അതിര് കടന്നു പോയി, സഹിക്കാൻ പറ്റാത്ത കാര്യമായിപ്പോയി. ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നീ ഒരു ബഥേലിലെ ദൈവമാണ് നീ ബഥേലിൽ വെച്ച് കണ്ടുമുട്ടിയ, നീ അവിടെ ആരാധിച്ച് എണ്ണയൊഴിച്ച് തിരി കത്തിച്ച് നീ ആരാധിച്ച ആ ദൈവമാണ് ഞാൻ. എഴുന്നേറ്റ് ഇവിടം വിട്ട് നിൻ്റെ ചാർച്ചക്കാരുടെ നാട്ടിലേക്ക് തിരിച്ച് പോകുക. അപ്പോൾ ഇത്രയും വീണ്ടും ദൈവം ആവശ്യപ്പെടുകയാണ്. ദൈവം ആവശ്യപ്പെട്ടു, അതനുസരിച്ച് യാക്കോബ് പോവുകയാണ്. പോകാനായിട്ട് കളമൊക്കെ ഒരുക്കുകയാണ്. കാരണം യാക്കോബിനൊരു പേടിയുണ്ട്. ലാബാനടുത്ത് പറഞ്ഞാൽ ലാബാൻ അതും ഇതുമൊക്കെ പറഞ്ഞ് സോപ്പിട്ട് ഇനിയും കുറേ 10 വർഷങ്ങളും കൂടെ ജോലി ചെയ്യിക്കും, അവിടെ ഇട്ട് അടിമപ്പണി ചെയ്യിക്കും. അതുകൊണ്ട് ഒളിച്ചോടാനായിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്നിട്ട് തൻ്റെ ഭാര്യമാരെയും എല്ലാവരെയും മക്കളെയും എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പിതാവ് ലാബാൻ
എന്നോട് നീതിയായിട്ട് പെരുമാറുന്നില്ല, എന്നെ എപ്പോഴും ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. എൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് 6-ാം വാക്യം, നിങ്ങളുടെ പിതാവിന് വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ലാബാൻ്റെ മക്കളോടും കൊച്ചുമക്കളോടൊക്കെ പറയാം, യാക്കോബിൻ്റെ മക്കളോടും ഭാര്യമാരോടും. എന്നിട്ട് പിതാവ് എന്നെ ചതിക്കുകയും 10 തവണ എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. 10 തവണയെന്ന് ഇവിടെ 41-ാം വാക്യത്തിലും പറയുന്നുണ്ട്. 10 തവണ അങ്ങ് ലാബാനോട് തന്നെ പറയാൻ, ലാബാൻ പറയുമെന്ന് പിടികൂടിയപ്പോൾ പറയുകയാണ്, ഒളിച്ചോടിയപ്പോൾ 10 തവണ അങ്ങ് എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തിയില്ലേ, എന്നെ എന്തുമാത്രം ചതിവിൽപ്പെടുത്തി, അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇത് ഭാര്യയും മക്കളെയൊക്കെ, ഭാര്യമാരെയും മക്കളെയൊക്കെ എടുത്ത് പറഞ്ഞ് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാം, അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിൻ്റെ ആടുകളെ അവനിൽ നിന്നെടുത്ത് എനിക്ക് തന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൂടുതലായിട്ടൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ആണ് ഞാൻ ചിലതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് എന്തുവാ പറയുന്നത്? റാഹേലും ലേയായും പറഞ്ഞ 14-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ പിതാവിൻ്റെ വീട്ടിൽ നമുക്കെന്തെങ്കിലും എന്തോ കാര്യം. പെണ്ണുങ്ങളുടെ സാധാരണ ഇപ്പോഴും നടക്കുന്ന സ്വഭാവമാണ്. കുറേയൊക്കെ പറഞ്ഞ് ചക്കര വർത്തമാനങ്ങളും കുറച്ച് ആകുലതകളും വേദനകളെല്ലാം യാക്കോബ് ഭർത്താവ് അഭിനയിച്ചപ്പോൾ അവർക്കും വേദനയുണ്ടായി. അപ്പോഴും പറഞ്ഞു, നമുക്കെന്തോ അധികാരമുണ്ട് ഇവിടെ, പറഞ്ഞത് ശരിയല്ലയോ? അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നമ്മളെ കരുതുന്നത് അന്യരായിട്ടാണല്ലോ, നമ്മെ വിൽക്കുകയും കിട്ടിയ പണം തിന്ന് നശിപ്പിക്കുകയല്ലേ ചെയ്തത്. ആരാ? നമ്മുടെ അപ്പൻ. അങ്ങനല്ലേ ചെയ്തത്? ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ പറയാൻ തുടങ്ങി. ദൈവം നമ്മുടെ പിതാവിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയ സ്വത്തെല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനിയും തിരിച്ചു കൊടുക്കേണ്ടുന്നതോ കളഞ്ഞിട്ട് പോകേണ്ടതൊന്നുമില്ല, മൊത്തവും എടുത്തും കൊണ്ട് തന്നെ പോകണമെന്ന് അവരങ്ങ് പെണ്ണുങ്ങളങ്ങ് തീരുമാനിച്ചു. പെണ്ണുങ്ങൾ വിചാരിച്ചാൽ പിന്നെ അതിനപ്പുറം പിന്നെ രണ്ടാമതില്ല, ആലോചിക്കത്തില്ല അല്ലോ. അതുകൊണ്ട് അവരങ്ങനെ തന്നെ ചെയ്തു. അതുകൊണ്ട് അവരെല്ലാവരും പറഞ്ഞു, അതിനാൽ ദൈവം അങ്ങയോടെ കൽപ്പിച്ചത് ഭർത്താവിനോട് പറയുക, അവരെല്ലാവരും കൂടെ പറയുക, അത് അങ്ങ് ചെയ്യുക. യാക്കോബ് മക്കളെയും ഭാര്യമാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി അവർ കാലികളെയും ആടുമാടുകളെയും തെളിച്ചുകൊണ്ട് പാതാനാരാമിൽ വെച്ച് സമ്പാദിച്ച സകല സ്വത്തുക്കളുമായി കാനാൻ ദേശത്തെ തൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഈ ലാബാൻ എവിടെയായിരുന്നു? അമ്മാവൻ ആടുകളുടെ രോമം കത്തിരിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അത് വെട്ടിക്കുന്നതിന് വേണ്ടി പോയിരിക്കുകയാണ്. അത് 3 ദിവസത്തെ 7 ദിവസം 3 ദിവസത്തെ യാത്രയ്ക്ക് അപ്പുറമായിരുന്നു. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടാണ് ലാബാൻ ഇതറിയ. ലാബാനോട് പറഞ്ഞില്ല ഇങ്ങനെ യാക്കോബ് പോകുന്ന കാര്യം, കാരണം പറഞ്ഞാൽ നടക്കത്തില്ല, അതുകൊണ്ടായിരിക്കണം മറച്ചു വെച്ചു. എന്നിട്ട് അങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ചു. റാഹേൽ തനിക്ക് കിട്ടിയതെല്ലാം റാഹേലും കുറേയൊക്കെ ചെയ്ത് കട്ടെടുത്തു. ലാബാൻ്റെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു, ദൈവങ്ങളുടെ. അങ്ങനെ യാക്കോബ് ലാബാനെ കളിപ്പിച്ച് സ്ഥലം പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അറിയിച്ചതുമില്ല. ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് അവൻ വിട്ടു. നദി കടന്നു, നദിക്കക്കരെ മലപ്രദേശമായ ഗിലെയാദിന് നേരെ തിരിഞ്ഞു അങ്ങോട്ട് നടന്നു. നമ്മളും നമ്മുടെ യാത്രയിൽ നദിയാകുന്ന പ്രതിബന്ധങ്ങൾ നമ്മുടെ ആത്മീയ യാത്രയിൽ നമുക്കുണ്ട്. അത് നമ്മൾ കടക്കണം. ആ ദൈവത്തിൽ ആശ്രയിച്ചാണ്, ദൈവം പറയുന്നത് പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സ്വന്തം ബുദ്ധിക്കല്ല. അപ്പോൾ ദൈവം കടത്തി. എങ്ങനെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാവരെയും കൊണ്ട് യാക്കോബ് നടത്തി? അത് ദൈവം നടത്തി. ഈ മൃഗങ്ങളെയെല്ലാം കൊണ്ടുവന്ന് എങ്ങനെ നടത്തി? ആടുമാടുകളെയെല്ലാം ദൈവം അപ്പുറത്ത് കടത്തി. നമ്മുടെ രീതിയിൽ നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് പോകാതെ ദൈവത്തെ ആശ്രയിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ പ്രതിബന്ധമാകുന്ന നദി കടന്ന് അക്കരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ യാത്രയാകണം. യാക്കോബ് ഇവിടെ ദൈവം പറഞ്ഞ ദൈവത്തെ കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക് പോകാൻ ദൈവം പറഞ്ഞു. അവിടത്തേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഓർമ്മയിരിക്കണം. ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് അത് ഷെയറിങ് ചെയ്ത് ഇത് പ്രോത്സാഹിപ്പിക്കണം. അവരെ എല്ലാവരെയും കാണുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം, മറന്നു പോകരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ഭാഗം. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.